വെൽക്കം ഗായ്സ്. നമ്മൾ പൊന്മുടിയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. സുധീഷ് കുറച്ച് പോസ്റ്റാക്കി, കുറച്ച് വെയിറ്റിംഗ് ആണ് സുധീഷിന് വേണ്ടി. നോക്കാം. കുറച്ച് നേരത്തെ പോസ്റ്റിന് ശേഷം സുധീഷ് എത്തി. കുറച്ച് നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് എത്തുമെന്നുള്ള സുധീഷിൻ്റെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. 2 മണിക്ക് യാത്ര തിരിക്കേണ്ട നമ്മൾ 3 മണിയായപ്പോൾ യാത്ര തിരിച്ചു. പൊന്മുടിയിൽ നല്ല ക്ലൈമറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യാത്ര പോയത്. പോണ വഴിക്കൊക്കെ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയ ദിവസം സൺഡേയും ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഏകദേശം ടോപ്പ് എത്താറായപ്പോഴാണ് നല്ല ക്ലൈമറ്റൊക്കെ കിട്ടിയത്. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവന് പൊന്മുടിയിൽ മുകളിലെത്തി. ഇതിന് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. ഗൈസ്, പൊന്മുടിയിലെത്തി കോട. നമുക്ക് ആ മലമേളിലോട്ട് കയറാം. ഇവിടെ ചെന്നപ്പോൾ കുട്ടുവിൻ്റെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. റീൽസിലെ കാണും പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. അടുത്തുള്ളവരൊന്നും കണ്ടുകൂടാ, അടുത്തുള്ളവരൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഇത് അനന്തമാണോ? ഇത് അനന്തമാണോ? കണ്ടുകൂടാ. ഇവിടെ നോക്കുമ്പോ അവിടെ മഞ്ഞുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. നമ്മൾ പിന്നെ മുകളിൽ നിന്നൊക്കെ താഴേക്കൊക്കെ ഇറങ്ങി. താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നല്ല കോട ഉണ്ടായിരിക്കുന്നത്. നല്ല ക്ലൈമറ്റാണ്, നല്ല കോടയുണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടിയൊക്കെ പോസ് ചെയ്ത് നിൽപ്പുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല കാറ്റും നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പും കിട്ടില്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ചാടിയും മറിഞ്ഞും ഒക്കെ ഉള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുഴപ്പമില്ല. അല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്രയും മഞ്ഞുണ്ടാവുന്നു. നമ്മളവിടെ നല്ല വെയിൽ, അതും പ്രതീക്ഷിച്ച് കുറച്ചെങ്കിലും മഞ്ഞ് കാണുമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല എങ്ങനെയുണ്ട്? നല്ല മഞ്ഞുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ കടയിൽ നല്ല വെയിൽ, അതും ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല മഞ്ഞുണ്ട്. പക്ഷെ നമ്മളവിടെ കടയിൽ നല്ല വെയിൽ. ഈ സമയം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഇത്രയും മഞ്ഞുണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ്, ഒട്ടും പ്രതീക്ഷിക്കാതെ വേണ്ടിയൊരു ക്ലൈമറ്റ്. താഴേക്ക് ഒട്ടും കുറച്ച് സ്ഥലങ്ങൾ നല്ല വെയിൽ. പിന്നെ കയറി എന്താ ഒരു കോട ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല കോട. കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് മഞ്ഞുണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. താഴേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ നല്ല കോട കിട്ടി, നല്ല ക്ലൈമറ്റും ഉണ്ട്. പക്ഷെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടൊക്കെ പോയി നിൽക്കുന്നത്. ഫേസില്ല, ചെറുതായിട്ട് കടത്തി കിട്ടും. സുധീഷിന്റെ ചാടി പറഞ്ഞുള്ള കറക്കമൊക്കെ കണ്ടിട്ട് താഴെ പോയി എടുക്കാന്നൊക്കെ. പിന്നെ അവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ടായിട്ട് ഒരു വാട്ടർഫാളിന്റെ അടുത്തോട്ടാണ് നമ്മൾ പോയത്. ഗൂഗിൾ മാപ്പ് ഇവിടെ റേഞ്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അനന്തുവിന്റെ വിവിധ വെറൈറ്റി ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഉള്ളല്ലേ? ഇങ്ങനെ പോണായിരിക്കും. തണുപ്പില്ലല്ലേ? നല്ല ഒലിച്ച് നല്ല ദൂരത്ത് പ്രകൃതി നശിപ്പിക്കുന്നത്. അവിടെ നിന്ന് S23 കാണാം. വെള്ളച്ചാട്ടം കണ്ട് വെള്ളം കുറവാണ്. വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം ഇഷ്ടംപോലെ വെള്ളം നമുക്ക് എഡിറ്റ് ചെയ്യാല്ലേ? ഈ വെള്ളത്തിൽ മുക്കി എടുത്ത് നോക്കത്. ഇവൻ കുറച്ച് സഹായിച്ചു, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ മുകളിലേക്ക് കയറിയപ്പം കുറച്ച് തളർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മുകളിലെത്തിയപ്പോൾ കോടയും കാറ്റൊക്കെ അടിച്ച് നല്ല റിഫ്രഷ്മെൻ്റായി. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള തിരക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സുധീഷേ? അടിപൊളി. മസ്റ്റല്ലേ? അതൊക്കെ പോയ അഭിപ്രായമൊക്കെ പറയാം. എങ്ങനെയുണ്ട് കോട? തണുപ്പ് കൂടിപ്പോയി ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. നിന്റെ അഭിപ്രായം കൂടെ പറ. കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോഴും ഉണ്ട് മഞ്ഞുണ്ട്. ഇപ്പോൾ ഒരു 5:40 പക്ഷെ നല്ല ഇരുട്ടി, നല്ല ഒരു ക്ലൈമറ്റ്. നല്ല തിരക്കുള്ളതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. ബൈക്കിൽ വന്നുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ താഴേക്ക് എത്തി. കാറിലൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടുപോയേനെ. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി ഒരു ചായ കുടിക്കാനൊക്കെ കയറിയപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ചായ പിടിച്ചില്ല. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ വിതിരയൊക്കെ എത്തിയിട്ടാണ് ചായ കുടിച്ചത്. ബൈ ഗായ്സ്.